അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ഫിഖ്ഹിലെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. 1. വെള്ളത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്നത്. ഇടതുഭാഗത്തു നിന്നും തിരഞ്ഞെടുക്കാം. മഷി, ചായം. 2. ബുദ്ധിയുടെ ബോധം നീങ്ങാവുന്നത്. 2 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 1. ഭ്രാന്ത്, അതുപോലെ മത്ത് പിടിച്ചാലും ബുദ്ധിയുടെ ബോധം നീങ്ങും, ഭ്രാന്ത് പിടിച്ചാലും നീങ്ങും. 3. തഹൂറായിരിക്കണം. തഹൂറായിരിക്കേണ്ടത് എന്താണ്? വുളൂ ചെയ്യുന്ന വെള്ളം. 4. പതിവായി അശുദ്ധിയുള്ളവർ. പതിവായി അശുദ്ധിയുള്ളവർ ആരാണ്? മൂത്രവാർച്ച ഉള്ളവർ. 5. വുളൂഇൽ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ എന്ത് ചെയ്യണം? വെള്ളം ഒലിക്കണം. 6. വെള്ളം ചേരുന്നതിന് തടസ്സങ്ങൾ. ഏതൊക്കെ തടസ്സങ്ങളാണുള്ളത്? 1. മെഴുക്, 2. പശ. ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം. വരി പൂർത്തിയാക്കി കൊടുക്കുക. 1. മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മനീയ് ഡാഷ്. മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മനീയ് അല്ലാത്തവ പുറപ്പെടുക. 2. മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യ ഡാഷ്. മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യ സ്ഥാനം തൊടുക. 3. വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി ഡാഷ്. വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. 4. മക്കയിലുള്ള കഅബയാണ് നമ്മുടെ ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. മക്കയിലുള്ള കഅബയാണ് നമ്മുടെ ഖിബ്ല. 5. കുളി നിർബന്ധമുള്ളവർ ഡാഷ്. കുളി നിർബന്ധമുള്ള ആളുകൾ എന്ത് ചെയ്യണം? കുളിക്കുക. കുളി നിർബന്ധമുള്ളവർ കുളിക്കുക. ഇനി അടുത്ത പ്രവർത്തനം സിമ്പിളാണ്. നമുക്ക് 5 നേരത്തെ ഫർള് നിസ്കാരങ്ങളുടെ പേരുകൾ എഴുതാം. 5 നേരത്തെ നിസ്കാരമുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ആ 5 നിസ്കാരങ്ങൾ ഓരോ കള്ളിയിലാക്കി എഴുതാം. 1. ളുഹ്ർ. ളുഹ്ർ എഴുതുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, പുള്ളി കൊടുക്കണം. ലോ ആണ്, അപ്പോൾ പുള്ളി കൊടുക്കണം. 2. അസുർ. അസർ എന്നല്ല, അസുർ. സ്വാദിന് സുക്കൂനാണ്. അപ്പോൾ നിസ്കാരയുടെ പേര് എഴുതുമ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മഗ്രിബ്, ഗൈനാണ്, പുള്ളിയുള്ള ഗൈനാണ്, മഗ്രിബ്. അതുപോലെ ഇശാ. 5. സുബ്ഹ്. സുബ്ഹ് എന്ന് എഴുതരുത്, സുബ്ഹ്, സുബ്ഹ്. ഈ 5 നിസ്കാരങ്ങളും കുട്ടികളെ കൊണ്ട് എഴുതി പഠിപ്പിക്കണം കേട്ടോ. ഇത് പ്രത്യേകം വരുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനം, ഈ നീയത്തുകൾ നാം വുളൂഇൽ കരുതണം. എപ്പോൾ? താഴെ 2 നീയത്തുകൾ കൊടുത്തിട്ടുണ്ട്. ആ നീയത്തുകൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കാം. 1. നീയത്ത് ഇതാണ്: വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ഇതെപ്പോഴാണ് ചൊല്ലുക? അത് മുഖം കഴുകുന്നതിൻ്റെ തുടക്കത്തിലാണ്. എഴുതുമ്പോൾ മുഖം കഴുകുന്നതിന് മുമ്പ് എന്ന് എഴുതണം. 2. നീയത്താണ് പറയുന്നത്: വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. ഈ നീയത്ത് എപ്പോഴാണ് ചെയ്യുക? ഇത് വുളൂ തുടങ്ങുന്നതിന് മുമ്പാണ്, മുൻകൈ കഴുകുന്നതിൻ്റെ മുമ്പ്. ഈ 2 നീയത്തും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെങ്ങനെ തിരിച്ചറിയാം?
ഒന്ന് ഉളു തുടങ്ങുന്നതിന് മുമ്പാണെന്നും മറ്റത് മുഖം കഴുകുന്നതിൻ്റെ തുടക്കത്തിലാണെന്നും എങ്ങനെ തിരിച്ചറിയും? ഉളുവിൻ്റെ സുന്നത്തായ നിയ്യത്താണെങ്കിൽ അത് തുടക്കത്തിലായിരിക്കും, അത് നിയ്യത്തിൽ തന്നെ കാണും. ഉളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വിട്ടുന്നു. അപ്പോൾ മനസ്സിലാക്കണം, ഉളു തുടങ്ങുന്നതിന് മുമ്പാണ്. ഇനി ഉളുവിൻ്റെ ഫർളിനെ വിട്ടുന്നു എന്ന നിയ്യത്താണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അതായത് ഫർള് എന്ന് ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് മുഖം കഴുകുന്നതിന് മുമ്പുള്ള നിയ്യത്താണ്. ഇനി അടുത്ത പ്രവർത്തനം, കള്ളികൾ പൂർത്തിയാക്കാം. ഇവിടെ മുകളിലായിട്ട് കാണാം നജസ്സുകൾ. നമ്മുടെ പാഠത്തിൽ പലതരം നജസ്സുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 5 എണ്ണം എഴുതാൻ നമുക്ക് എഴുതാം. മലം, മറ്റൊന്ന് മൂത്രം, മറ്റൊന്ന് രക്തം, അടുത്തത് ഛർദിച്ചത്, വേറൊന്ന് ചലം. ഇതൊക്കെ നജസ്സുകളാണ്. പിന്നെ കുറച്ച് ഗൗരവം കൂടി നജസ്സുകളുണ്ട്. ഏതൊക്കെയാണ്? നായ, അതുപോലെ പന്നി. ഇത് രണ്ടാണ് പഠിച്ചത്. ഇനി ചിലപ്പോൾ നജസ് അല്ലാത്തത് ചോദിക്കട്ടോ. അപ്പോൾ 3 എണ്ണം പഠിച്ചു വെക്കണം. 1 മനുഷ്യൻ, 2 മത്സ്യം, 3 ജറാദ്. ജറാദ് എന്ന ഉദ്ദേശം വെട്ടുകിളി എന്നാണ്. ചിലപ്പോൾ അതിൻ്റെ അർത്ഥം ഇതുണ്ടാവും, എന്താണ് ജറാദ്. അപ്പോൾ ഇതൊക്കെയാണ് 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ചോദ്യോത്തരങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.